പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന അവസരങ്ങളിലായിരിക്കും. മെയിനായിട്ട് അതിനെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ഒരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിനൊരു പരിഹാരമായിരിക്കും ഇന്നത്തെ വീഡിയോ. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം പ്ലാന്റിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചില ഇൻഡോർ പ്ലാന്റ്സിന് മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇടവേള ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട പ്ലാന്റുകളെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, അത് വാടിയിട്ട് പിന്നീട് അതിൻ്റെ ഗ്രോത്ത് സ്ലോ ആയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പം പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവർക്കായാലും യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക്, ഫെർട്ടിലൈസേഴ്സ് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് സ്റ്റോറിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്താൽ അതിലും നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റുകൾക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ വെള്ളം കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഡ്രിപ്പറാണ്. ഡ്രിപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഡ്രിപ്പർ നമ്മൾ ഫാമുകളിലും അതുപോലെ ചില കൃഷിയിടങ്ങളിലും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം വളരെ എക്സ്പെൻസീവാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക്, ഒരു 50 രൂപയ്ക്ക് പോലും വിലയില്ലാതെ അത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഡ്രിപ്പറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. ഒന്ന്, നമുക്ക് വെള്ളം ഒഴിക്കുന്നത് ഈസി ആക്കുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞത് വെള്ളം നഷ്ടമാവുന്നില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഓസിലായാലും മഗ്ഗിലായാലും ഒക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം നഷ്ടമായിട്ട് പോകും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതും ഉണ്ടാവാറില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം മുഴുവനും പ്ലാന്റ്സിന് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ ഡ്രിപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. അപ്പം ഈ ഡ്രിപ്പർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്ക്, പ്രായമുള്ളവർക്കൊക്കെ ആയാലും എന്നും വെള്ളം ഒഴിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഈ ഡ്രിപ്പറിൻ്റെ ഷേപ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോൺ പോലെയല്ലേ. അപ്പോൾ ഈ കോൺ പോലെ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാന്റിൽ നമുക്ക് നല്ല ധൈര്യമായിട്ട് കുത്തി വയ്ക്കാം. സാധാരണ നമ്മൾ ഇപ്പം ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ ചെറിയ പിന്നൊക്കെ വെച്ച് ഹോളിട്ടിട്ടൊക്കെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ മറിഞ്ഞു വീഴും. അപ്പോൾ ബോട്ടിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇത് വെച്ചിട്ട് നമുക്ക് മണ്ണിലോട്ട് നല്ല രീതിയിൽ കുത്തി വയ്ക്കാം. അപ്പോഴത്തേക്ക് ബോട്ടിൽ നല്ല ഫിക്സ് ആയിട്ടിരിക്കും. ആടത്തൊന്നുമില്ല, പ്ലാന്റിൻ്റെ പുറത്ത് വീഴത്തില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ബോട്ടിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിന് സൈസായിട്ടുള്ള ബോട്ടിലെടുക്കണം. നമ്മളെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു ബോട്ടിലെടുക്കാം. എടുത്തിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു നോബ് നമുക്കിതാ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്യണം ഇതിനകത്ത്. എന്നിട്ട് പ്രസ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്കിതിനകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റണം. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര വെള്ളം പ്ലാന്റിൽ വീഴണമെന്നുള്ളത്. അപ്പോൾ ഇതിലേക്കൂടെ ആയിരിക്കും വെള്ളം നമുക്ക് പ്ലാന്റ്സിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒരു ബോട്ടിലെടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കാവേ. കൂടുതൽ ഒഴിച്ചാൽ കുറേ ദിവസത്തേക്ക് ഇരിക്കും. ഇവിടെ നല്ല ടൈറ്റായിരിക്കണം. ഈ ഭാഗവും നല്ല ടൈറ്റായിട്ടിരിക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ലീക്കായി പോകും. അപ്പോൾ നമ്മുടെ സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്താൽ മതി. അത് കറക്റ്റ് അളവാണ് ഇതിന്. ഈ ഒരു ഡ്രിപ്പ് ഇതിലേക്കൂടെ പോകേണ്ടതേ. ഇപ്പോൾ ഇവിടെ കൂടെ വെള്ളം പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇതേണ്ട നമുക്ക് ഈ എയറുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയോട്ട് ജസ്റ്റ് ഒരു ഹോളിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേണേൽ കൂട്ടി വയ്ക്കാം പെട്ടെന്ന് വീഴണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് പതിയെ വീഴണമെന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൽ വെക്കുമ്പം വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനെക്കാട്ട് കുറച്ചുകൂടെ ചെറിയ ഈ ബോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്ലാന്റിൽ അത് മറഞ്ഞിരിക്കും. പ്ലാന്റിനേക്കാൾ വലിയ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് ഇത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ബോട്ടിലുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്നും ചെയ്തു നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ള ലൈഫുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.